മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥും പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വര. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ ഇടയാകട്ടെ. ഈശോ മിശിഹായ കർത്താവിന്റെ തിരുവിലാവിലെ ചോരയെക്കുറിച്ച് മരിച്ച ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അമ്മേ, നല്ല തണുപ്പുണ്ട്, അകത്ത് വന്ന് കിടക്ക്. യോഹന്നാന്റെ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ആനി പറഞ്ഞതെല്ലാം കാര്യമാണ്. പക്ഷേ അതിന് വ്യക്തമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അച്ഛൻ പറഞ്ഞ പോലെ എനിക്കും പെട്ടെന്നൊന്നും തോന്നുന്നില്ല. ഏതായാലും ആന വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ. സമയം ഇക്കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്റെ മരണശേഷം എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി വഴിയിൽ അലയരുത്. ഞാൻ കൂടി ഇല്ലാതാവുമ്പോ കിടപ്പാടം പോലും ഇല്ലാത്ത അവരും പിച്ചക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? ആഹാരം, കിടപ്പാടം, വിദ്യാഭ്യാസം, സ്നേഹം, ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആനി പൊയ്ക്കൊള്ളൂ.
ആനയുടെ പ്രശ്നം ഞാനും രക്തച്ചനും കൂടെ ഒരുപാട് ആലോചിച്ചു. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മുകളിൽ നിന്നൊരു ഉപദേശം കേൾക്കുന്നത് തെറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അരമനയിലേക്ക് എഴുതിയിരുന്നു. ഇന്ന് പിതാവിൻ്റെ മറുപടി വന്നു. നമ്മുടെ അതിരൂപതയില് സഭയുടെ വകയായിട്ട് 3 അനാഥ മന്ദിരങ്ങളുണ്ട്. അവിടെ ആവുമ്പോൾ പിതാവിന് കാര്യങ്ങളൊക്കെ നേരിട്ടറിയാവുന്ന സ്ഥിതിക്ക് കുട്ടികളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് രക്തച്ചനും പറയുന്നത്. ഫുഡ്, അക്കോമഡേഷൻ, ഭാവിയിലേക്കുള്ള ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും സാധ്യതകൾ ഇതൊക്കെ അവിടെ വളരെ കൂടുതലാണ്. എനിക്ക് നേരിട്ടറിയാം. സെന്റ് ജോർജ് ഓർഫനേജ്. ഓർഫനേജ് വേണ്ട, അത് വേണ്ട ഫാദർ. വിഷമിക്കാനൊന്നുമില്ല. ആനയും ജോണിയും ജീവിച്ച സാഹചര്യങ്ങളല്ല ഇന്ന് അനാഥ മന്ദിരങ്ങളിൽ. ചെണ്ടകുട്ടി പാട്ട് പാടാൻ കുട്ടികളെ തെരുവിൽ ഇറക്കാറില്ല. കൃത്യമായ ഫണ്ട്സ്, വിദേശ സഹായം, തൊഴിൽശാലകൾ. എന്തൊക്കെ ഉണ്ടായാലും അനാഥ മന്ദിരം അനാഥരുടെ മന്ദിരമല്ലേ ഫാദർ? അവിടെ നാഥനില്ലല്ലോ. അതുപോലൊരു സ്ഥാപനത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് കൃത്യമായി 3 നേരം ആഹാരം, ചിലപ്പോ അത് 2 നേരം. ചെറിയൊരു മുറിയിൽ 10-25 പേർ, വൃത്തിയില്ലാത്ത ഡോർമിറ്ററി. ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പൊ നന്നായിട്ടുണ്ടാവും. പക്ഷേ സ്നേഹം നൽകാൻ ആരുമില്ല, സുഹൃത്ത് ബന്ധങ്ങളില്ല, ഭാവിയിലോട്ടൊന്ന് ഓർമ്മിച്ചു വെക്കാൻ പേരുകളൊന്നുമില്ല. നമ്മൾ എത്ര അമർത്തി തുടച്ചാലും മായാത്ത അനാഥൻ എന്ന പേര് ഹൃദയത്തിൽ പേരെയായിരിക്കും ഒരിക്കൽ പുറത്തു വരിക. ഫാദറിന് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ. എന്റെ കുഞ്ഞുങ്ങളെ ഓരോ വീടുകളിൽ എത്തിക്കാൻ പറ്റൂ. വീടുകളെന്ന് പറയുമ്പോ അഡോപ്ഷൻ, കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. എന്താ മക്കളെ ഇത്? അത്താഴം കഴിക്കുമ്പോഴും വേണോ ഇങ്ങനെ വഴക്ക്? അമ്മേ, ഇവനൊരു മതി, കഷ്ണം മതി. കൂടുതലാ. മോന് വേണ്ടത് അമ്മ തരില്ലേ? ദാ. ഞാൻ അടുത്തുള്ളപ്പോ തന്നെ ഇങ്ങനെ. അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായ ആരുണ്ട് നിങ്ങളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഒക്കെ? ഉമ്മ എങ്ങോട്ടേക്കാ പോണേ? പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമോ? നിങ്ങളും വളർന്നു വരികയല്ലേ. വട്ടപ്പാറ അച്ഛൻ അമ്മയ്ക്ക് വേറൊരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞു. എവിടെയാ അമ്മേ? അത് കുറെ ദൂരെയാ, ജർമ്മനിയില്. അപ്പൊ ഞങ്ങളെയും കൊണ്ടുപോകത്തില്ല ജർമ്മനിയില്? കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല അത് മോനെ. പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അമ്മേനെ ഒറ്റയ്ക്ക് വിടത്തില്ല. അമ്മ പോയാ പിന്നെ മോനുനെ ആരാ നോക്കുന്നേ? മോനെ അമ്മ വേറൊരു വീട്ടിലേൽപ്പിക്കും. അവര് വളർത്തിക്കോളും. നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട്. ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ? ഓരോ മക്കൾക്കും ഓരോ വീട്, ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സ്കൂള്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോണ്ട, അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി. മീനു, എന്താ മോളെ? അമ്മ എന്തിനാ ഞങ്ങളുടെ നോണ്ട പറയുന്നേ? ജർമ്മനി പോവാന്നൊക്കെ സുഖമില്ലാത്തോണ്ടല്ലേ? അമ്മ മരിച്ചു പോവെന്ന് വിചാരിച്ചിട്ടല്ലേ?
ചേച്ചി, എന്തിനാ അമ്മ കരയുന്നേ? ഡോക്ടറല്ലേ ഇതൊക്കെ പറഞ്ഞത്, ദൈവമല്ലല്ലോ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അമ്മയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. മോളെ, ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഡോക്ടർ അത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അമ്മ പോയാല് അമ്മയുടെ ആത്മാവ് നിങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. പള്ളിയിലും മഠത്തിലും ഒക്കെ വളർന്ന അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലല്ലേ? ഞാനും പിള്ളേരും ഈശോയോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. മനസ്സോർന്ന് പറഞ്ഞ ഈശോ കേൾക്കും. എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് ഒന്നും വരില്ല. അമ്മ സമാധാനായിട്ട് ഇവിടെ ഇരുന്നാ മതി. ഞാൻ എങ്ങനെയെങ്കിലും ജോലിയെടുത്ത് അമ്മയും പിള്ളേരെ നോക്കാം. അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം.